ഹായ് ഓൾ, ഞാൻ നിങ്ങൾക്ക് രണ്ട് ഇമേജ് കാണിച്ചു തരാം. ഇതിൽ ഒരെണ്ണം 100 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയിലെടുത്തതും മറ്റേത് 48 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയിലെടുത്തതാണ്. നിങ്ങൾക്ക് ഈ രണ്ട് ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടെന്ന്. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളിൽ പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മെഗാ പിക്സൽ കൂടുന്നോളും ഫോട്ടോൻ്റെ ക്വാളിറ്റി കൂടുന്നതാണ്. പക്ഷെ അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഈ മുൻപ് കണ്ട കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഒരു ഫോട്ടോൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക. അതിൽ ഒരെണ്ണം ലെൻസ്, പിന്നെ സെൻസർ, മൂന്നാമത്തെ പ്രോസസ്സർ. നമുക്ക് ആദ്യം തന്നെ ലെൻസ് നോക്കാം. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും. അതുപോലെ ക്യാമറയുടെ ലെൻസൊക്കെ പല ആളുകളും ഉണ്ടാവും. ഇതിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലൈറ്റ് ക്യാപ്ചർ ചെയ്യലാണ്. അതായത് ഇപ്പോൾ സൂര്യപ്രകാശമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല ഒരു ലൈറ്റ് സോഴ്സോ നമ്മുടെ ഇമേജുമ്മ തട്ടിയിട്ട് നേരെ നമ്മുടെ ലെൻസ് ക്യാപ്ചർ ചെയ്തിട്ട് അത് നേരെ സെൻസറിന് കൊണ്ട് കൊടുക്കും. അപ്പോൾ എത്രത്തോളം ലെൻസിന് ക്വാളിറ്റി കൂടുന്നോ, അതുപോലെ ലെൻസിൻ്റെ വലിപ്പം, ലെൻസിൻ്റെ മെറ്റീരിയൽ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ലെൻസിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റിന്, അതുപോലെ കളറ്, ഇതിനെല്ലാത്തിൻ്റെയും ക്വാളിറ്റി കൂടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഈ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഈ ലെൻസിനൊക്കെ നല്ല റേറ്റ് വരുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ വീഡിയോഗ്രാഫേഴ്സ് അവരുപയോഗിക്കുന്ന ലെൻസിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അതിനൊക്കെ അറൗണ്ട് ഒരു 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ലെൻസിന് റേറ്റ് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്, ഈ കറക്റ്റായിട്ട് ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനും ഒരു ഇമേജ് ക്രിസ്പാക്കാനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറാണ്. സെൻസർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലെൻസിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ലൈറ്റ് നേരെ ഈ അബ്സോർബ് ചെയ്തിട്ട് ഈ സെൻസറിലോട്ട് ചെല്ലും. എന്നിട്ടാണ് ഈ സെൻസർ നേരെ എന്നിട്ട് അതൊരു ഡിജിറ്റൽ ഡാറ്റ ആക്കിയിട്ട് നേരെ പ്രോസസ്സറിന് കൊടുക്കും. ഇതാണ് ശരിക്കും സെൻസറിൻ്റെ പണി. സെൻസറിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ ചെറിയ പിക്സൽസ് ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും മെഗാ പിക്സൽ എന്ന് പറഞ്ഞ പേരിനെ വരുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു മെഗാ പിക്സൽ ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം പിക്സലാണ്. അതുപോലെ 48 മെഗാ പിക്സൽ ആണെന്നുണ്ടെങ്കിൽ 4,80,00,000 പിക്സലും, 200 മെഗാ പിക്സൽ ആണെന്നുണ്ടെങ്കിൽ 20 കോടി പിക്സലാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാവരും ഈ പിക്സലിൻ്റെ എണ്ണത്തിലാണ് നോക്കുള്ളൂ, അല്ലാതെ ഇതിൻ്റെ വലിപ്പത്തിലോ ക്വാളിറ്റിയിലോ നോക്കില്ല. ഞാനിപ്പോൾ വെറുതെ ഒരു ഇമേജ് കാണിക്കുന്നത്, ഈ ഒരു റെക്റ്റാങ്കിൾ ഒരു സെൻസറാന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഓരോ ചോപ്പ കാണുന്നത് ഒരു പിക്സലാണെന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ 6 പിക്സലും മറ്റേ സൈഡിൽ 5 പിക്സലാണുള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 30 പിക്സൽ. ഇത് നമുക്ക് സെൻസർ 1 എടുക്കാം. ഇനിയിപ്പോൾ സെൻസർ 2 ഇതിൽ ഒരു സൈഡിൽ 4 പിക്സലും മറ്റേ സൈഡിൽ 5 പിക്സലാണുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പിക്സലിൻ്റെ എണ്ണം കുറഞ്ഞാലും ഇതിൻ്റെ വലിപ്പവും ക്വാളിറ്റിയും കൂടിയിട്ടുണ്ട്. ഇതെവിടെ ശരിക്കും ഉപയോഗം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ രാത്രി ഫോട്ടോ എടുക്കുക. ആ സമയത്ത് ഈ ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ വലിയ സെൻസർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, കളർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. അതായത് എല്ലാ ഫോണിനും അതിൻ്റേതായ ഒരു പ്രോസസ്സർ ഉണ്ട്. നമുക്ക് ശരിക്കും ഈ ഫോട്ടോയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ISP എന്ന് പറയും, അതായത് ഇമേജ് സിഗ്നൽ പ്രോസസ്സർ. ശരിക്കും ഈ സെൻസറിൽ നിന്ന് വരുന്ന ആ ഒരു ഡിജിറ്റൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ഈ പറഞ്ഞ ISP ആണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മോഡേൺ ക്യാമറ എടുത്തെന്ന് വിചാരിക്കും, അതിലുണ്ടാവുന്ന ലെൻസും സെൻസറും വളരെ വലുതായിരിക്കും, അതിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. പക്ഷെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് അതിൻ്റെ ചെയ്യാനുണ്ട്. അപ്പോൾ ലെൻസൊക്കെ ചെറുതായിരിക്കും, സെൻസറും ചെറുതായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ISP വേണം, നല്ല പ്രോസസ്സർ വേണം. ശരിക്കും എത്രത്തോളം നന്നായിട്ട് പ്രോസസ്സർ ഉണ്ടോ അത്രയും നല്ല ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. അതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് മൊബൈൽസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോ എടുക്കാനായിട്ട് അത്ര അധികം മൊബൈൽസ് ഇല്ല. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് സംഭവം? ശരിക്കും എന്താണ് ഒരു വീഡിയോ? ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ 24 ഫോട്ടോ അല്ലെങ്കിൽ ഒരു 30 ഫോട്ടോ ഒരൊറ്റ സെക്കൻഡിൽ എടുക്കുന്നതാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് നല്ല വീഡിയോ കിട്ടുള്ളൂ. നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അതായത് ഐഫോണിൻ്റെ വീഡിയോ വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ ഉപയോഗിക്കുന്നത് A സീരീസ് ചിപ്സാണ്. അപ്പോൾ അതിന് നന്നായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നന്ദി.